ഇ സി ജി എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇ സി ജി ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഡോക്ടർ എങ്ങനെയാണോ ഇ സി ജി മനസ്സിലാക്കിയെടുക്കുന്നത് ആ രീതിയിൽ നമുക്കും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം. സാധാരണയായിട്ട് നമ്മൾ പറയത്തില്ലേ, ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഫോബിയ നിൽക്കുന്നുണ്ട്. ഫോബിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മീനിങ്? എന്താ ഫോബിയ? ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്? പേടി. പേടി. പേടി എന്നുള്ളതല്ല അതിൻ്റെ യഥാർത്ഥ മീനിങ്. ആർക്കെങ്കിലും പറയാം? ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ മീനിങ് ഇറാഷണൽ ഫിയർ എന്നുള്ളതാണ്. ഫിയറൊക്കെ പല തരത്തിലുണ്ട്. നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത്, സൈക്കാട്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ പറയും. ഇറാഷണൽ ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണം വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പേടി. നമുക്ക് ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ പോകാൻ ഇഷ്ടമില്ല, ചില ആൾക്കാരെ ഇഷ്ടമില്ല. പക്ഷെ അതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് അങ്ങനെ നമുക്ക് ആ ഒരു ഇഷ്ടക്കുറവ് നിലനിൽക്കുന്നു, അല്ലെങ്കിൽ താല്പര്യക്കുറവ് നിലനിൽക്കുന്നു, അല്ലെങ്കിൽ പേടി നിലനിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഇറാഷണൽ ഫിയർ എന്ന് പറയുന്നത്. ഇതേപോലെ ഇ സി ജി ആയിട്ട് ബന്ധപ്പെട്ട് പലർക്കും കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിനൊരു പേടിയോട് കൂടിയാണ് നമ്മൾ സമീപിക്കുന്നത്. അപ്പോൾ ഇറാഷണൽ ഫിയർ പോലെ പേടിക്കുന്ന ആൾക്കാരിൽ നിന്ന് ആ പേടി അകറ്റി ഇ സി ജി മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സംഭവത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവരും റെഡിയാണോ? ഫിയറൊക്കെ ഉണ്ടായിരുന്നോ പലർക്കും ഇ സി ജി ആയിട്ട് ബന്ധപ്പെട്ട്? ഇതുപോലെ പലതരത്തിലുള്ള അപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണ് അപ്രിഹെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കേട്ടിട്ടുണ്ടോ? അപ്രിഹെൻഷൻ. മരണഭയം. മരണഭയം. നമുക്ക് ചെസ്റ്റ് പെയിൻ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പേഷ്യൻസിന് ഉണ്ടാകുന്ന ഒരു ഒരു പേടിയുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് അപ്രിഹെൻഷൻ. മരണത്തിലേക്ക് പോവുക എന്നുള്ള ഒരു തോന്നൽ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ടോപ്പിക്ക് അതല്ല, ഇ സി ജി ആണ്. ഇ സി ജി ആരാ കണ്ടുപിടിച്ചേ? അവിടെ നിന്ന് തുടങ്ങാം. ഇ സി ജി കണ്ടുപിടിച്ചവരാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇ സി ജിയുടെ സെക്ഷൻസ് ഇന്ന് തൊട്ട് ആരംഭിക്കുകയാണ്. നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കിയെടുക്കാനുണ്ട്. അതിൻ്റെ ആദ്യത്തെ പാട്ട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. ആ ഒരു ആദ്യത്തെ പാട്ട് നമ്മൾ പഠിക്കുന്നു. ഓക്കെ. ആരാ ഇ സി ജി കണ്ടുപിടിച്ചേ? വില്യം എയ്ൻതോവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. യെസ്, വില്യം എയ്ൻതോവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഇ സി ജി കണ്ടുപിടിക്കുന്നത്. എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ക്യൂരിയോസിറ്റിക്കെങ്കിലും അറിഞ്ഞിരിക്കണം. 1895 കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 130 വർഷങ്ങൾക്ക് മുമ്പ്. ഒരു സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ വിഷയങ്ങളിൽ പഠനം നടത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഈ വില്യം എയ്ൻതോവൻ. അപ്പോൾ വില്യം എയ്ൻതോവൻ്റെ ആ ഒരു കഥ മനസ്സിലാക്കുക. പുള്ളി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്ക് ഒരു തോന്നൽ. സ്വന്തം ഹാർട്ട് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടൊരു തോന്നൽ. ശരീരത്തിൻ്റെ ഏതൊരു പോർഷനെ എടുത്ത് നോക്കുമ്പോഴും അത് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ബ്രെയിൻ റെസ്റ്റ് എടുക്കുന്നുണ്ട് അല്ലേ? മറ്റ് നമ്മുടെ ഉദരമാണെങ്കിൽ റെസ്റ്റ് എടുക്കുന്നുണ്ട്, കണ്ണുകൾ റെസ്റ്റ് എടുക്കുന്നുണ്ട്, ചെവി റെസ്റ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഹാർട്ട് എന്ന് പറയുന്നത് റെസ്റ്റ് എടുക്കുന്നതായിട്ട് പുള്ളിക്ക് ഫീൽ ചെയ്തിട്ടില്ല. രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പിടിച്ചു നോക്കുമ്പോൾ ചലിക്കുന്നുണ്ട്, രാവിലെ പിടിച്ചു നോക്കുമ്പോൾ ചലിക്കുന്നുണ്ട്, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ചലിക്കുന്നുണ്ട്. അങ്ങനെ 24 മണിക്കൂറും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ഹാർട്ട് എന്ന് പറയുന്ന ഒരു തോന്നൽ പുള്ളിക്കുണ്ടായി. പുള്ളി അതിനെ കണക്ട് ചെയ്ത് എന്തുമായിട്ടാണെന്നറിയോ? നമ്മൾ ഈ പിന്നെ പലതരത്തിലുള്ള ഫങ്ഷൻസ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ അവിടെ ലൈറ്റുകൾ ഇങ്ങനെ മിന്നുക, അണയുക, മിന്നുക, അണയുക, ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ അടുത്ത് ചിലപ്പോൾ കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ ചോദിക്കുക, അമ്മേ എന്താണ് ഈ പറയുന്ന ലൈറ്റ് ഇങ്ങനെ മിന്നുകയും അണയുകയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാം, അതിനകത്തൂടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് കടന്ന് പോകുന്നുണ്ട്, അതാണ് ഈ പറയുന്ന ലൈറ്റുകൾ മിന്നുകയും അണയുകയും ചെയ്യുന്നതെന്ന് പറയും. അപ്പം ഈ മനുഷ്യൻ്റെ തലയിലേക്ക് വന്ന ആശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാർട്ട് ഇങ്ങനെ ചുരുങ്ങുക, വികസിക്കുക, ചുരുങ്ങുക, വികസിക്കുക, 24 മണിക്കൂറും ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തൂടെ ഒരു ഇലക്ട്രിസിറ്റിക്ക് സമാനമായിട്ട് എന്തോ കടന്നു പോകുന്നുണ്ടാവാം.
ഈ ഒരു ചിന്തയാണ് പുള്ളിയുടെ ബ്രെയിനിലേക്ക് വന്നത്. അപ്പം ഈ ഒരു ചിന്തയിൽ പുള്ളി കുറേ ആലോചിക്കുകയാണ്, അങ്ങനെ ഒരു ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രിസിറ്റിയെ നമുക്ക് പുറത്ത് ഹാർട്ടിന് വെളിയിൽ രേഖപ്പെടുത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പോൾ പുള്ളി പഠിച്ചിട്ടുള്ള ഭൗതിക ശാസ്ത്രവും കെമിസ്ട്രി എല്ലാം കൂടെ പുള്ളിയുടെ തലയിലേക്ക് വന്നപ്പോൾ, ഒരു സ്ഥലത്തൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ട് ഇലക്ട്രോഡുകൾ പ്ലേസ് ചെയ്ത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രിസിറ്റിയുടെ ഷാഡോ നമുക്ക് പുറത്ത് എടുക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു ലോജിക്ക് അപ്ലൈ ചെയ്ത് കളയാൻ തീരുമാനിച്ചു. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇല്ല ഒന്നുമില്ല, സർ. ഹാർട്ടിനകത്തൂടെ ഒരു ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നുണ്ടെങ്കിൽ രണ്ട് ഇലക്ട്രോഡുകൾ പുറത്ത് വെച്ച് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രിസിറ്റിക്ക് സമാനമായിട്ടുള്ള ഒരു വേവ് ഫോം ക്രിയേറ്റ് ചെയ്യാം എന്ന് പുള്ളി ചിന്തിക്കുകയാണ്. അതിനുശേഷം പുള്ളി ഹാർട്ടിൻ്റെ രണ്ട് തലങ്ങൾ, രണ്ട് ഇടത്തെ സൈഡും വലത്തെ സൈഡും, ഇടത്തെ സൈഡും വലത്തെ സൈഡും വളരെ കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടി പുള്ളി എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈകളാണ് സെലക്ട് ചെയ്തത്. ഈ രണ്ട് കൈകളിൽ രണ്ട് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്തു. നോക്കിക്കോണം. ഇപ്പോൾ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പുള്ളി എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേവ് ഫോം ഒന്ന് വരച്ചെടുക്കാൻ ശ്രമിച്ചു. വരച്ചെടുത്തപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇത്തരത്തിൽ ഒരു തള്ളൽ, ദെൻ ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്ഷൻ, വീണ്ടും ഒരു തള്ളൽ, ഇത്തരത്തിലൊരു സാധനം ഫോം ചെയ്തു വന്നു. പുള്ളി ചാടി എഴുന്നേറ്റ് നിന്ന് തുള്ളി എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ മനസ്സിൽ ഇങ്ങനൊരു സാധനം ഉണ്ടാവും എന്നുള്ള ഒരു കരുതലിൽ ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തിയപ്പോൾ അയാൾ വിശ്വസിച്ച മാതിരി, അയാൾ പ്രതീക്ഷിച്ച മാതിരി ഒരു വേവ് ഫോം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സംഭവത്തിന് തുല്യമായിട്ടുള്ള സംതിങ് ഹാർട്ടിനകത്തൂടെ കടന്നു പോകുന്നു. എന്താണ് ഏതാണെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ഇങ്ങനൊരു വേവ് ഫോം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ആദ്യ മനസ്സിൽ ഒരു ചിന്ത വന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനൊരു പേരിടണമല്ലോ. ചില ഭാഗത്ത് ഇങ്ങനെ തള്ളി നിൽക്കുന്നു, ചില ഭാഗത്ത് പ്രൊജക്ഷൻ പോലെ നിൽക്കുന്നു. അപ്പോൾ അതിനൊരു പേര് കൊടുക്കണം എന്നുള്ള ചിന്ത പുള്ളിയുടെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ പുള്ളി പല കാര്യങ്ങൾ ചിന്തിച്ചു. 1 2 3 4 5 എന്ന് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അല്ലെ ABCD എന്നും പറഞ്ഞൊരു പേര് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അല്ലെ പണ്ട് നമ്മൾ എല്ലാത്തിനും എക്സ് എന്നൊക്കെയുള്ള അറിയാത്ത സാധനങ്ങൾക്കെല്ലാം എക്സ് എന്ന് പേര് കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സ് ഇൻക്ലൂഡ് ചെയ്ത് UVX, UVWXYZ ആ ഒരു രീതിയിലേക്ക് പേര് കൊടുക്കുന്നതിനെ പറ്റി പുള്ളി ഒന്ന് ആലോചിച്ചു. ഇങ്ങനെല്ലാം ചിന്തിച്ചപ്പോൾ പുള്ളിയുടെ മനസ്സിലേക്ക് വന്ന ഒരു വലിയ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വെറും പാവം, ഇപ്പം തോന്നിയ ഒരു പൊട്ട ബുദ്ധിയിലെ ഒരു സാധനം കണ്ടെത്തി. പക്ഷെ ഞാനിങ്ങനൊരു വേവ് ഫോം കണ്ടെത്തി ഒരു പേരിട്ട് കഴിഞ്ഞാൽ നാളെ ഞാൻ കണ്ടുപിടിക്കുന്ന വേവിന് മുമ്പ് മറ്റാരെങ്കിലും ഒരു വേവ് കണ്ടെത്തിയാൽ പേര് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ABCDEFG അങ്ങനെയുള്ള രീതിയിലൊരു പേരിടുവാണെങ്കിൽ എയ്ക്ക് മുമ്പ് ഒരു വേവ് കണ്ടെത്തിയാൽ പുതിയൊരു പേരിടാൻ ഓപ്ഷൻ ഇല്ല. ഇനി XYZ എന്നും പറഞ്ഞൊരു പേരിലേക്ക് പോവുകയാണെങ്കിൽ ഇസഡ് കഴിഞ്ഞതിന് ശേഷം ഒരു വേവ് കണ്ടെത്തിയാൽ അവിടെ പേരിടാൻ ഓപ്ഷൻ ഇല്ല. 1 2 3 എന്ന് പറഞ്ഞു കൊടുത്താലും ഇതേ ഇഷ്യൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഏറ്റവും മിഡിലിൽ നിൽക്കുന്ന PQRST എന്ന് പറയുന്ന പേര് കൊടുക്കാം. അങ്ങനെ ഒരു പേര് കൊടുത്താലുള്ള ഗുണം എന്താണ്? ഇനി പിക്ക് മുമ്പ് ഒരു വേവ് കണ്ടെത്തിയാലും അവിടെ പേര് കൊടുക്കാൻ ലെറ്റർ കിടപ്പുണ്ട്.
അതേപോലെ തന്നെ ടിക്ക് ശേഷം ഒരു വേവ് കണ്ടെത്തിയാലും അവിടെ പേര് കൊടുക്കാൻ ഓപ്ഷനുണ്ട്. അങ്ങനെയാണ് പുള്ളി PQRST എന്ന് പറയുന്ന ഒരു പേര് സെലക്ട് ചെയ്യുന്നത്. നേരത്തെ എൻ്റെ ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് ചിലപ്പം ഈ കഥ അറിയായിരിക്കും. അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ മിക്കവാറും ഇതൊരു പുതിയ ഇൻഫോർമേഷൻ ആയിരിക്കും. ഇങ്ങനെയൊക്കെ ഒരു ചരിത്രം ഇതിനുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ചരിത്രം ഇതിനുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് അറിയുകയായിരിക്കും. ആണോ? ആണോ അല്ലയോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ. അതെ സാർ, അതെ. ആദ്യമായിട്ടാ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആലോചിക്കണം, നമ്മൾ ഇന്നൊരു സംഭവം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? ഇതിനപ്പുറം ഒന്ന് കണ്ടുപിടിക്കാനില്ല. ദിസ് ഈസ് ലാസ്റ്റ്. പിടിയിട്ടില്ല. നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഇതിനപ്പുറം ഒന്നില്ല. നമ്മളവിടെ പേര് വിട്ട് അവിടെ ഫിനിഷ് ചെയ്യും. നാളെ ഒരുത്തം പുതിയതായിട്ട് കണ്ടുപിടിക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. ഇവിടെ അദ്ദേഹം എത്രമാത്രം ഹമ്പിൾ ആയിരുന്നു എന്നുള്ള കാര്യം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാം. ഇവിടം കൊണ്ട് കഥ അവസാനിക്കുന്നില്ല. പുള്ളിയുടെ പരീക്ഷണങ്ങളും അവസാനിക്കുന്നില്ല. പുള്ളി ചിന്തിക്കുകയാണ്, ഞാൻ ഹാർട്ട് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഏകദേശം മുകൾ വശമാണ് ഈ രീതിയിൽ റീഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹാർട്ടിൻ്റെ സൈഡും റൈറ്റ് സൈഡും ലാട്രൽ സൈഡും നമുക്ക് ഈ രീതിയിൽ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്ത് റീഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ പറയുന്ന വേവ് ഫോം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പുള്ളിക്ക് തോന്നി. അപ്പോൾ മുകൾ വശം പുള്ളി ഒരു ഫോമാറ്റ് തയ്യാറാക്കി, റൈറ്റ് സൈഡ് അത്തരത്തിൽ തന്നെ ഒരു ഫോമാറ്റ് തയ്യാറാക്കി, ലാട്രൽ സൈഡും പുള്ളി ഒരു ഫോമാറ്റ് തയ്യാറാക്കി. ഇതിനെയാണ് നമ്മൾ എയ്ൻതോവൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ മുകൾ വശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ഇത് തരുന്നു, ഈ വേവ് ഫോം തരുന്നു. റൈറ്റ് സൈഡിനെ പറ്റി ഏകദേശം ഒരു ധാരണ ഈ വേവ് ഫോം തരുന്നു. ദെൻ ലാറ്ററൽ സൈഡിനെ പറ്റി ഏകദേശം ഒരു ധാരണ ഈ വേവ് ഫോം തരുന്നു എന്നുള്ള തരത്തിലേക്ക് അതൊന്ന് അറേഞ്ച് ചെയ്തെടുത്തു. ഇതിനകത്തൊക്കെ പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അങ്ങനെ ഏകദേശം ഹാർട്ടിൻ്റെ 3 വശങ്ങളെ പറ്റിയുള്ള ഒരു ധാരണ തരുന്ന ഒരു ട്രയാങ്കിൾ പുള്ളി ഫോം ചെയ്ത്, ആ ട്രയാങ്കിളിൻ്റെ ഓരോ കോർണറിലും ഓരോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള വേവ് ഫോം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പിൽക്കാലത്ത് അതറിയപ്പെട്ട പേരാണ് എയ്ൻതോവൻ ട്രയാങ്കിൾ. എയ്ൻതോവൻ ട്രയാങ്കിൾ. ഇപ്പോൾ ഇത്രയും കാര്യം ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയിട്ടുണ്ടോ? കിട്ടി കിട്ടിയെങ്കിൽ സാർ. നമുക്ക് അതിൻ്റെ അടുത്ത പോർഷനിലേക്ക് പോകാം. ഇവിടെ PQRST എന്ന് പറയുന്ന ഒരു പേരൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് നമ്മളെ സംബന്ധിച്ച് വരുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്നറിയാമോ? ആ ഇഷ്യൂയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് വരുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ PQRST ഒക്കെ വളരെ വ്യക്തത കൂടിയതാ അച്ചടിച്ച രേഖ പോലെ പഠിപ്പിച്ചെടുക്കും. നമ്മൾ പഠിക്കുകയും ചെയ്യും. ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി പാവം കുട്ടികൾ ക്ലിനിക്കിലേക്ക് പോയി ഒരു പേഷ്യൻ്റെ ECG എടുത്ത് നോക്കുമ്പോഴാണ് 1 2 ഒക്കെ കുഴപ്പമില്ല, മുന്നോട്ട് പോകുമ്പോൾ ചിലത് തല തിരിഞ്ഞിരിക്കുന്നു. ചേടാ, PQRSTന് ഇദ്ദേഹം പഠിപ്പിച്ചു, ഇവിടെ വേവുകൾ മൊത്തത്തിൽ തല തിരിഞ്ഞ് കിടക്കുകയാണ്. ചില ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ R വേവിന് തീരെ ഹൈറ്റ് ഇല്ല. ചില വേവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ S വേവിന് ഭയങ്കര ഹൈറ്റ് താഴോട്ട്. ചില ഭാഗത്ത് R വേവ് S വേവും ഈക്വലായിട്ട് നിൽക്കുന്നു. ഇതാരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഇതെന്തുവാ ശരി? ഇത് യഥാർത്ഥത്തിൽ നോർമലാണോ അതോ അബ്നോർമലാണോ? ഇങ്ങനൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? പറയൂ. ഉണ്ട്, ഉണ്ട്. ഈ ഒരു കൺഫ്യൂഷൻ കുട്ടികൾക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ECG റീഡ് ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ECG കൃത്യമായിട്ടും ആർക്കും റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ നോർമൽ എന്താന്ന് പഠിക്കുക. പിന്നല്ലേ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ST എലവേഷൻ, T വേവിൻ്റെ പീക്ക്, ഇതൊക്കെ പഠിക്കേണ്ടത് പിന്നീടാണ്.
ആദ്യം എത്ര ലീഡുണ്ടെന്ന് പഠിക്കുക. ആ ലീഡുകൾ ആരെയൊക്കെ സൂചിപ്പിക്കുന്നത് പഠിക്കുക. ഇനി നോർമൽ ഇ സി ജിക്കകത്ത് PQRST ഒക്കെ ഈ ഷേപ്പിൽ തന്നെയാണോ കാണുന്നത്, ഏതെങ്കിലുമൊക്കെ തലതിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ എന്ന് കൂടി പഠിക്കേ. അതിനുശേഷം അബ്നോർമൽ പഠിക്കാൻ പോയാലോ നമുക്ക്? അതല്ലേ ശരി? നോക്കാം. ഓക്കെ ആണോ? നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എത്ര ലീഡുകൾ ഉണ്ടെന്നുള്ളതാണ്. ലീഡുകളുടെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ലീഡുകളാണ് നോർമലായിട്ട് ഉപയോഗിക്കുന്നത്. ഡീറ്റെയിൽഡായിട്ട് എടുക്കുവാണെങ്കിൽ 14 ലീഡുകളുണ്ട്. എന്താണ് ഈ 12 ലീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ 12 ലീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് കയ്യിൽ വെക്കുന്നു. ഈ മൊബൈൽ ഫോണിന് എത്ര സൈഡുകളുണ്ടെന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഫ്രണ്ട് വശം നിങ്ങൾ സ്ക്രീൻ കാണുന്ന ഭാഗമുണ്ട്. തിരിച്ചു പിടിക്കുമ്പോൾ അതിൻ്റെ ബാക്ക് പോർഷൻസ് ഉണ്ട്. ദെൻ ഒരു ലോവർ പോർഷനുണ്ട്. ദെൻ ഒരു അപ്പർ പോർഷനുണ്ട്. പിന്നെ ഒരു റൈറ്റ് സൈഡുണ്ട്. പിന്നെ ഒരു ലെഫ്റ്റ് സൈഡിന് തുല്യമായിട്ട് ഒരു ലാറ്ററൽ സൈഡും ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ കൃത്യമായ വിവരം എനിക്ക് തരണം എന്ന് കരുതുക. നിങ്ങൾ മറ്റൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങളുടെ ഈ ഫോണിൻ്റെ ഒരു പിക്ചർ എടുത്ത് അയക്കാൻ തീരുമാനിച്ചു എന്ന് കരുതുക. മിനിമം എത്ര പിക്ചർ വേണം? ഒന്ന് ചിന്തിച്ചേ. പറയൂ. ഫ്രണ്ടിൽ ഒരു ഇമേജ് വേണോ? ബാക്കിൽ ഒരു ഇമേജ് വേണോ? റൈറ്റ് വേണം, ലെഫ്റ്റ് വേണം, അപ്പർ വേണം, ലോവർ വേണം? വേണോ വേണ്ടേ? ചേടാ, നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. വേണം. വേണം. അത്രയും ഒരു മിനിമം ഒരു 6 ഇമേജെങ്കിലും കിട്ടാതെ നിങ്ങളുടെ ഫോണിന് ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ഡാമേജ് ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പിക്കാനോ ഉറപ്പിക്കാതിരിക്കാനോ കഴിയുമോ? ഒരു സൈഡ് ഇത്തിരി പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ സൈഡിലെ ഇമേജ് നിങ്ങൾ തരുന്നില്ല. അപ്പോൾ എനിക്കൊരു സുഹൃത്തിനോട് പറയാൻ പറ്റുമോ ആ കുട്ടിയുടെ ഫോൺ അടിപൊളി ഫോണാണ്, ഒരു ഫിസിക്കൽ ഡാമേജും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ മനഃപൂർവ്വം അതിൻ്റെ റൈറ്റ് സൈഡിൻ്റെ പിക്ചർ എനിക്ക് അയക്കുന്നില്ല. അപ്പം ഞാൻ പറയും, അയ്യോ കുട്ടി ആ ഒരു പിക്ചർ കൂടി അയക്ക്, അതുകൂടെ നോക്കി ഞാനൊന്ന് ഉറപ്പിക്കട്ടെ. ഇതേ കാര്യം ഹാർട്ടിലേക്കൊന്ന് വന്നേ. ഹാർട്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇത്തരത്തിൽ മിനിമം ഒരു 6 ഇമേജ് നമുക്ക് വേണം. പറയൂ, 6 ഇമേജെങ്കിലും നമുക്ക് വേണം. 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 Sure. ഇനി വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഹാർട്ടിനെ പറ്റി പഠിക്കുമ്പോൾ അകത്തുള്ള ഒരു സാധനത്തിനെ പുറത്ത് ഇതേപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് റീഡ് ചെയ്യുകയാണ്. ഈ ഇലക്ട്രോഡുകൾ പ്ലേസ് ചെയ്യുന്ന ഭാഗത്തൊക്കെ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലത് തെറ്റായിട്ടുള്ള വേവ് ഫോം തരും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കൺഫോർമേഷന് ഓരോ സൈഡിനും മിനിമം ഒരു 2 ലീഡ് വീതം അങ്ങ് കൊടുത്തു. 2ഉം 3ഉം കൊടുക്കുന്നുണ്ട്, മിനിമം 2 ലീഡ് വീതം കൊടുത്തു. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഫോട്ടോ അയക്കുന്ന സമയത്ത് ഫ്രണ്ട് സ്ക്രീനിൻ്റെ ഒറ്റ ഇമേജ് അയച്ചാൽ പോരാ, മിനിമം 2 ഇമേജ് അയക്കണം. ബാക്ക് സൈഡ് ഒരു ഇമേജ് അയച്ചാൽ പോരാ, 2 ഇമേജ് അയക്കണം. ആ രണ്ടാമത്തെ ഇമേജ് എന്തിനു വേണ്ടിയാ? ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് കൺഫേം ചെയ്യാൻ വേണ്ടി. അപ്പോൾ എത്ര പിക്ചർ വരുമെന്നൊന്ന് പറഞ്ഞേ. പറഞ്ഞു. 12. അപ്പോൾ 12 വരത്തില്ലേ? അപ്പോൾ ഹാർട്ടിനെ പറ്റി പഠിക്കാൻ മിനിമം 12 വേണം. ഇവിടെ ഹാർട്ടിനെ പറ്റി പഠിക്കാൻ നമ്മൾ 14 പിക്ചറുകൾ ഉപയോഗിക്കുന്നുണ്ട്, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട്. ഇപ്പം മിനിമം 12 വേണമെന്നെങ്കിലും മനസ്സിലായോ? ക്ലിയർ ആണോ? Yes, sir. ശരി. അതിൽ നമ്മുടെ എയിൻതോവൻ എന്ന് പറയുന്ന വ്യക്തി ലീഡ് 1, ലീഡ് 2, ലീഡ് 3 കണ്ടുപിടിച്ച് തന്നു. ആ ട്രയാങ്കിൾ വെച്ച് ഫോം ചെയ്യുന്ന 3 ലീഡുകൾ. റൈറ്റ് സൈഡിനെ പറ്റി കുറച്ചുകൂടെ നന്നായി പഠിക്കണം. അതിനുവേണ്ടി AVR നമ്മൾ കണ്ടെത്തി. ലാറ്ററൽ സൈഡിനെ പറ്റി കുറച്ചുകൂടെ വ്യക്തമായിട്ട് പഠിക്കണം. അതിന് AVL, L എന്ന് വെച്ചാൽ ലാറ്ററൽ, R എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ്.
ദെൻ അടുത്തത് AVF ഫ്ലോറ് താഴെവശം പഠിക്കാൻ വേണ്ടി AVF കണ്ടെത്തി. ഇത്രയും കാര്യം പിടികിട്ടിയോ? ക്ലിയർ ആണോ? യെസ് സർ. ഇനി അടുത്തത് ഫ്രണ്ടും ബാക്കും നമുക്ക് പഠിക്കണം. എയ്ൻതോവന്റെ വരയെല്ലാം നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലൊറ്റ വര അങ്ങ് വരച്ച് വെച്ചേക്കുക. ഈ ഫ്രണ്ടിൽ കുറേ സാധനമുണ്ട്, ബാക്കിൽ ഹാർട്ടിൻ്റെ പോർഷനുണ്ട്. ഇതിനെപ്പറ്റി എങ്ങും വ്യക്തമാക്കുന്നില്ല. ഈ ഫ്രണ്ടും ബാക്കിലെയും പിക്ചർ കിട്ടാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലീഡുകളാണ് V1 തൊട്ടുള്ള ലീഡുകൾ, V1 തൊട്ട് V6 വരെയുള്ള ലീഡുകൾ. അതിൽ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാണ് V1, V2, V3, V4. ബാക്കിലേക്ക് പോകുന്ന സമയത്ത് ആ ലാറ്റർ സൈഡിലേക്ക് V5ഉം V6ഉം വരും, പോസ്റ്റീരിയർ സൈഡിലേക്ക് V7ഉം V8ഉം വരും. അപ്പോൾ ആ ഫ്രണ്ടും ബാക്കും പഠിക്കാൻ വേണ്ടിയാണ് V8 വരെയുള്ള ലീഡുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പം ഇത്രയും കാര്യം പിടികിട്ടിയോ? എങ്ങനെ ഈ ലീഡുകൾ വന്നെന്നും ഓരോ ലീഡും ഏകദേശമൊക്കെ എവിടെയൊക്കെ നിൽക്കുന്നെന്നും ഏകദേശം മതി. കൃത്യമായിട്ടുള്ള കാര്യം ഞാൻ വളരെ ലോജിക്കലായിട്ടും ഇല്ലോജിക്കലായിട്ടും ചേർത്ത് പഠിപ്പിച്ചു തരാം. ഇത്രയും കാര്യം പിടികിട്ടിയോ? ഒരാൾ കണ്ണും പൂട്ടി നമ്മളോട് ചോദിക്കുകയാണ് എത്ര ലീഡുണ്ട്. 12 ലീഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും, ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന സകല ആൾക്കാരും ഇപ്പോൾ ഇവിടെ വെച്ച് പറയണം 12 ലീഡുകൾ ഏതൊക്കെ. ലീഡ് 1, ലീഡ് 2, ലീഡ് 3. ഇതാണ് എയ്ൻതോവൻ ട്രയാങ്കിളിലുള്ളത്. ഇനി ഏതൊക്കെ? AVR റൈറ്റ് സൈഡ്, AVL ലാറ്ററൽ സൈഡ്, AVF ഫ്ലോർ ഇൻഫീരിയർ സൈഡ്. അതും കഴിഞ്ഞിട്ട് ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ പഠിക്കാൻ വേണ്ടി V1 തൊട്ടുള്ള ലീഡുകൾ V1, V2, V3, V4, V5, V6. ദെൻ പോസ്റ്റീരിയർ സൈഡ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ V7ഉം V8 ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയോ? ക്ലിയർ ആണോ? യെസ് സർ. Yes, sir. ഇനി നമ്മൾ ഈ ഓരോ ലീഡുകളിലും എങ്ങനെയാണ് നമ്മൾ ഈ പഠിച്ചു വെച്ച PQRST കിടക്കുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. ചില ലീഡുകളിൽ തലതിരിഞ്ഞ് കിടക്കും, ചില ലീഡുകളിൽ R വേവിന് ഹൈറ്റ് കാണത്തില്ല, ചില ലീഡുകളിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് S വേവ് ആയിരിക്കും, ചില ലീഡുകളിൽ Rഉം Sഉം ഒരേ ഹൈറ്റിലായിരിക്കും മുകളിലോട്ടും താഴോട്ടും നിൽക്കുന്നത്. ഇതെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോവുകയാണ്, ഇതിൻ്റെ കണ്ടിന്യൂഷൻ. അതുകൊണ്ടാണ് ECG സീരീസ് തന്നെ ആരംഭിക്കുന്നു എന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയത്. നാളെ ഇതേ ദിവസം ഇതേ സമയം, നാളത്തെ ദിവസം ഇതേ സമയം 9:45 ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് ചർച്ച ചെയ്യാം. ഇതുവരെയുള്ള കാര്യങ്ങൾ വ്യക്തമാണോ? ആദ്യം ലീഡ് വരെ നിങ്ങൾ പഠിക്കണം. യെസ് സർ. ലീഡ് വരെ പഠിച്ചെങ്കിലേ നമുക്ക് ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതുവരെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. നമ്മൾ നമ്മുടെ നോട്ട് സെറ്റിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങുന്നത്